ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ദൈവം എത്ര സ്നേഹവാനാണ്. ദൈവം നമ്മെ വേണ്ട സമയത്ത് ഓർക്കുന്നു. ദൈവവും നാമും തമ്മിൽ സുദൃഢമായ ഒരു ബന്ധമുണ്ടെങ്കിൽ അത്യാവശ്യ സമയത്ത് അവിടുന്ന് നമ്മെ ഓർക്കുക തന്നെ ചെയ്യും എന്ന് വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ദൈവം തൻ്റെ സ്നേഹം കാണിക്കാനും വാഗ്ദാനങ്ങൾ പാലിക്കാനുമായി നമ്മെ ഓർക്കുന്നു. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാവുന്നതാണ്. നോഹയുടെ കാലത്ത് ഒരു പ്രളയം വന്നെന്നും നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടെന്നും നമുക്കറിവുള്ളതാണല്ലോ. മഹാപ്രളയത്തിൻ്റെ അവസാനം ദൈവം നോഹയെ ഓർക്കുന്നു. കേൾക്കൂ, ഉൽപ്പത്തി 8:1. ദൈവം നോഹയെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയുമേൽ ഒരു കാറ്റടിപ്പിച്ചു, ജലനിരപ്പ് താഴുവാൻ തുടങ്ങി. ദൈവം നോഹയെ ഓർത്തപ്പോൾ പ്രളയം നീങ്ങിപ്പോയി. നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. ദൈവം അബ്രാഹത്തെയും ഓർത്തു എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ദൈവത്തിനെതിരായി ഭയാനകമായി പാപം ചെയ്തുകൊണ്ടിരുന്ന സോദോം ഗൊമോറ പട്ടണങ്ങളെ നശിപ്പിച്ചപ്പോൾ ദൈവം അവിടെ പാർത്തിരുന്ന അബ്രാഹാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തിനെ രക്ഷിക്കുന്നത് അബ്രാഹത്തെ ഓർത്തിട്ടാണ്. കേൾക്കൂ, ഉൽപ്പത്തി 19:29. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രാഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തിയപ്പോൾ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അബ്രാഹാമിനെ ഓർത്ത് ദൈവം രക്ഷിച്ചുവെന്നാണ്. നാം ദൈവത്തോട് വിശ്വസ്തതയും സ്നേഹവും കാണിച്ചാൽ നമ്മെ ഓർത്ത് നമ്മുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും എല്ലാം ദൈവം വിടുവിക്കുമെന്നതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. അതിനാൽ സഹോദരങ്ങളെ, ദൈവത്തോടുള്ള വിശ്വസ്തതയാലും സ്നേഹത്താലും നമുക്ക് മറ്റുള്ളവരെയും രക്ഷിക്കാനാകും. മറ്റൊരു സന്ദർഭം യാക്കോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റാഹേലിൻ്റെതാണ്. ലേയായ്ക്കും ദാസിമാർക്കും കുഞ്ഞുങ്ങളെ നൽകിയപ്പോഴും റാഹേൽ മക്കൾക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അവസാനം ദൈവം റാഹേലിനെ ഓർത്തു. ശ്രദ്ധിക്കൂ, ഉൽപ്പത്തി 30:22-23. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ദ നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവസാനം വരെ നിന്ദ സഹിച്ച റാഹേലിനെ ദൈവം ഓർക്കാതിരുന്നില്ല. തക്ക സമയത്ത് ദൈവം നമ്മെ ഓർക്കുന്നു. നാം വിശ്വാസം കൈവിടാതിരിക്കണം. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനത്തോട് ചെയ്ത വാഗ്ദാനം ഓർത്ത സമയമുണ്ടായിട്ടുണ്ട്. ഈജിപ്തിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ കഷ്ടതയനുഭവിച്ച ജനത്തിൻ്റെ നിലവിളി കേട്ടപ്പോൾ ആ ജനത്തോട് ചെയ്ത വാഗ്ദാനം ദൈവം ഓർത്തു. പുറപ്പാട് 2:24. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ഇത് തന്നെ സങ്കീർത്തനം 105:42 പറയുന്നുണ്ട്. കേൾക്കൂ, കർത്താവ് തൻ്റെ വിശുദ്ധ വാഗ്ദത്തത്തെയും തൻ്റെ ദാസനായ അബ്രാഹാമിനെയും ഓർത്തു. സഹോദരങ്ങളെ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. സ്വന്തം മകനെ കഴിപ്പാൻ തക്ക വിശ്വാസമുണ്ടായിരുന്ന അബ്രാഹാമിനോടും തലമുറകളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള വാഗ്ദാനങ്ങൾ ദൈവം ഓർത്തു. അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു. ഇവിടെ തലമുറകളെയാണ് ദൈവം വാഗ്ദാനത്തെ ഓർത്ത് രക്ഷിക്കുന്നത്. നമ്മുടെ തലമുറകൾ രക്ഷപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. അടിമത്തത്തിൻ്റെ നുഖങ്ങളിൽ നാം അകപ്പെട്ടാലും തക്ക സമയത്ത് ദൈവം ഓർത്ത് നമ്മെ വിടുവിക്കും. 1 ശമൂവേലിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട ഹന്ന എന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. മനോവ്യസനമുള്ള ആ സ്ത്രീ യഹോവയുടെ സന്നിധിയിൽ തൻ്റെ ഹൃദയം പകർന്നു എന്നും പറയുന്നു. ബാക്കി കേൾക്കൂ, 1 ശമൂവേൽ 1:19-20. അതിനുശേഷം അവർ അതിരാവിലെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമായിൽ അവരുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന പേര് നൽകി. ബൈബിളിലെ ശക്തനായ ശമൂവേൽ പ്രവാചകൻ്റെ ജനനത്തിൻ്റെ സന്ദർഭമാണിത്. ജെറമ്യാവ് 31:21 എഫ്രൈമിനെ കുറിച്ച് ഓർക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം.
സങ്കീർത്തനം 105:8 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: കർത്താവ് തൻ്റെ നിയമം ശാശ്വതമായും താൻ കൽപ്പിച്ച വചനം 1000 തലമുറ വരെയും ഓർക്കുന്നു. പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവൃത്തികൾ 10:31 വിജാതീയനായ കൊർന്നേലിയസിനെ ഓർക്കുന്നതായി പറയുന്നുണ്ട്. കേൾക്കൂ, കൊർന്നേലിയസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് എളിയവനോടുള്ള നിന്റെ ദാനധർമ്മം ഓർത്തിരിക്കുന്നു. ആ കൊർന്നേലിയസിന് രക്ഷ നൽകി ദൈവം യഹൂദർക്കപ്പുറം നമ്മെയും സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുന്നതിനുള്ള തെളിവുകൾ നൽകി. എല്ലാവരെയും ഓർക്കുന്ന ഒരു ജീവനുള്ള ദൈവം നമുക്കുണ്ട്. ആവർത്തനം 7:9 പറയുന്ന പോലെ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരോട് അവിടുന്ന് 1000 തലമുറ വരെ നിയമവും ദയവും കാണിക്കുന്നു. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.